ജീവിതം വീണ്ടുമൊന്ന് പുഞ്ചിരിച്ചു തുടങ്ങിയപ്പോൾ നന്ദുവിനെ കാത്തിരുന്നത് മറ്റൊരു തിരിച്ചടിയായിരുന്നു. നമസ്കാരം കൂട്ടുകാരെ, അവിവാഹിതയുടെ 7ാം ഭാഗത്തിലേക്ക് സ്വാഗതം. സന്തോഷിൻ്റെ മരണത്തിന് ശേഷം ശ്രീജ ജീവിതത്തോട് പോരാടുന്നു. നന്ദിനിയുടെ ജീവിതത്തിൽ വീണ്ടും വരാനിരിക്കുന്ന അപ്രതീക്ഷിത വഴിത്തിരിവ്. ഇന്നത്തെ ഭാഗം നമുക്ക് കേട്ടു തുടങ്ങാം. ശ്രീജയുടെ അലമുറ കേട്ടാണ് ആശുപത്രി ജീവനക്കാർ ഓടി വന്നത്. അവർക്ക് കാര്യത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി ബോധ്യപ്പെട്ടു. സന്തോഷ് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. ശ്രീജയെ ശരീരത്തിൽ നിന്നും അടർത്തി മാറ്റിയതിന് ശേഷം ബാക്കി കർമ്മങ്ങളെല്ലാം ചെയ്തു തുടങ്ങി. അപ്പോൾ തന്നെ ദാമോദരൻ നമ്പ്യാരെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു. അയാൾ മറ്റുള്ളവരെയും. വളരെ പെട്ടെന്ന് തന്നെ മൊയ്തുവും കൂട്ടുപണിക്കാരും ആശുപത്രിയിലേക്ക് ഓടിയെത്തി. മറ്റുള്ളവരെല്ലാവരും ചേർന്ന് പിന്നീടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. ശ്രീജയെയും നന്ദുവിനെയും ശ്രീകുട്ടിയെയും ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ശ്രീജയുടെ സഹോദരന്മാർ തന്നെയാണ്. പിറ്റേ ദിവസം തന്നെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ഏറ്റവും അവസാനം അവരുടെ വീട്ടിൽ നിന്നും അവരെ സമാധാനിപ്പിച്ചതിന് ശേഷം ഇറങ്ങിപ്പോയത് മൊയ്തുവാണ്. സന്തോഷ് മാത്രമേ ഇപ്പോൾ പോയിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ ആരുമല്ലാതെ ആകരുത്. സന്തോഷിൻ്റെ ഭാര്യയും മക്കളുമാണ് നിങ്ങൾ. ശ്രീജ എനിക്ക് സഹോദരിയെപ്പോലെയും കുഞ്ഞുങ്ങൾ സഹോദരൻ്റെ മക്കളെപ്പോലെയുമാണ്. മറുപടിയായി ശ്രീജ ഒന്നും തന്നെ പറഞ്ഞില്ല. അവളുടെ സഹോദരന്മാർ മൊയ്തുവിനെ സമാധാനിപ്പിച്ച് പറഞ്ഞയച്ചു. അന്ന് തന്നെ അവർ ശ്രീജയെയും മക്കളെയും കൂട്ടി വീട്ടിലേക്ക് പോയി. അതിനുശേഷം 1 മാസം കൂടി കഴിഞ്ഞിട്ടാണ് ശ്രീജയും കുട്ടികളും തങ്ങളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നത്. നടന്നത് നടന്നു. സംഭവിച്ചതിനെപ്പറ്റി ഇനി ഓർത്തിരുന്നിട്ട് കാര്യമില്ല. എന്നും അതോർത്ത് വിലപിച്ചുകൊണ്ടിരുന്നാൽ ആരും തങ്ങളുടെ കാര്യം നോക്കാനുണ്ടാവുകയില്ല എന്നും ഉള്ള ബോധം ശ്രീജയ്ക്കുണ്ടായി. വീടിന് പുറമേ പോയി ഒരു പണിയും എടുത്ത് പരിചയമില്ല. എങ്കിലും തനിക്ക് എന്തെങ്കിലും പണി തരാൻ മൊയ്തുവിന് കഴിയും. പണിസ്ഥലത്ത് കഞ്ഞിവയ്ക്കാനും ആളുള്ളതായി കേട്ടിട്ടുണ്ടല്ലോ. വേറെ ആരോട് തനിക്ക് പണി തരാമോ എന്ന് ചോദിക്കും. മൊയ്തുവിനെ കാണാൻ എന്താണ് വഴി എന്ന് ആലോചിച്ച് നടക്കുന്ന സമയത്ത് തന്നെയാണ് ദൈവം കൂട്ടിക്കൊണ്ടുവന്നതുപോലെ മൊയ്തുവും ബീവിയും കൂടി വീട്ടിലേക്ക് വന്നത്. ഇവർ വന്നത് അറിഞ്ഞിട്ടുള്ള വരവാണ്. നിങ്ങളെന്താ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോകുന്നത്? ഞാൻ വിചാരിച്ചു ഇനി സ്ഥിരമായി അവിടെ തന്നെ ആയിരിക്കുമെന്ന്. നമുക്ക് സ്ഥിരമായിട്ടുള്ളത് നമ്മളുടെ വീട് തന്നെ അല്ലേ ഇക്ക? അതുള്ളപ്പോൾ പിന്നെ നമ്മൾ മറ്റൊരു വീട്ടിൽ പോയി നിൽക്കുന്നത് ശരിയല്ല. ഇവിടെയാകുമ്പോൾ സന്തോഷിൻ്റെ സാന്നിധ്യമുള്ളതായി എനിക്ക് തോന്നുകയും ചെയ്യും. അതെനിക്കൊരു സംരക്ഷണമാണ്. വളരെ ശരിയാണ്. നിന്റെ തീരുമാനത്തിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. എനിക്ക് നിങ്ങളുടെ ഒരു സഹായം കൂടി വേണമായിരുന്നു. നിങ്ങളിങ്ങനെ മുഖവുരയില്ലാതെ നേരിട്ട് തന്നെ അങ്ങ് പറഞ്ഞാൽ പോരെ? ഞാൻ അതേ മൊയ്തു തന്നെയാണ്. സന്തോഷുണ്ടായിരുന്നപ്പോൾ ഞാൻ എങ്ങനെയോ അതുപോലെ തന്നെയാണ് അവനില്ലാത്തപ്പോഴും. കാശിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ? എത്ര വേണമെന്ന് പറഞ്ഞു? അയാൾ പറയുന്നത് വെറും വാക്കല്ല എന്ന് ശ്രീജയ്ക്ക് നന്നായി അറിയാം. പറയുന്ന അത്രയും തുക തന്നിട്ടേ പോകുകയുള്ളൂ. പക്ഷെ തനിക്ക് വേണ്ടത് അങ്ങനെയുള്ള സഹായമല്ല. താൻ ഇനി സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ തങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട സന്തോഷിന് സമാധാനമാവുകയുള്ളൂ. എനിക്ക് വേണ്ടത് പണമല്ലായിരുന്നു.
എനിക്കൊരു ജോലിയാണ് ആവശ്യം. ഞാൻ നിങ്ങളുടെ അവിടെ മരം ചുമക്കാൻ കൂടാം. മുറിക്കാനും കോടാലി പണിയെടുക്കാനുമൊന്നും എനിക്കറിയില്ല. ചുമടിനാകുമ്പോൾ പ്രത്യേകിച്ചൊന്നും പഠിക്കേണ്ടതില്ലല്ലോ. ഈ കൊച്ചിനെ കൊണ്ട് മരം ചുമക്കാൻ കഴിയുമോ? അവൾ പറഞ്ഞത് ശരിയാണ്. സഹായം വാങ്ങി മാത്രം എത്ര കാലം ജീവിക്കും? എത്ര കാലത്തേക്ക് ഒരാൾക്ക് കൊടുക്കാൻ കഴിയും? എപ്പോഴും നല്ലത് സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്നത് തന്നെയാണ്. അക്കാര്യത്തിൽ അവളുടെ തീരുമാനം ശരിയുമാണ്. പക്ഷേ അവൾക്കതിനുള്ള കെൽപ്പുണ്ടോ എന്നത് മാത്രമേ സംശയമുള്ളൂ. ആവശ്യമാണല്ലോ സൃഷ്ടിയുടെ മാതാവ്. കഞ്ഞി വയ്ക്കാൻ ഇപ്പോൾ ഒരാളുണ്ട്. അവരെയും ഒഴിവാക്കാൻ കഴിയില്ല. പിന്നെ മുഴുത്ത മരക്കഷ്ണം ചുമന്നു കൊണ്ടുപോകാനുള്ള ഉശിര് നിനക്കുണ്ടോ ശ്രീജയെ? കണ്ടിട്ടെനിക്കങ്ങനെ തോന്നുന്നില്ല. നീ പറഞ്ഞതുപോലുള്ള ഒരു പണി തരാൻ എനിക്ക് പറ്റും. പക്ഷെ അത് മരം ചുമക്കാനുള്ള പണിയാണ്. അത് നിനക്ക് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നത് മാത്രമേ സംശയമുള്ളൂ. അതൊക്കെ മൊയ്തുക്കൈക്ക് അടുപ്പം കൊണ്ട് തോന്നുന്നതാണ്. പണിയെടുക്കാനുള്ള ആരോഗ്യം തനിക്കുണ്ടെന്നുള്ള കാര്യം സന്തോഷിന് പോലും അറിയാമായിരുന്നു. പക്ഷേ തന്നെ കൊണ്ടൊരു ജോലിയും ചെയ്യിപ്പിച്ചിട്ടില്ല എന്നത് ശരിയാണ്. കെൽപ്പൊക്കെ എനിക്ക് ഉണ്ട് ഇക്ക. ഞാൻ എവിടെയാണ് പണിക്ക് വരേണ്ടത് എന്ന് പറ. തേക്ക് മുറിക്കുന്ന സ്ഥലത്ത് ഞാൻ വന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ. റബ്ബർ മുറിക്കുന്ന സ്ഥലത്താണെങ്കിൽ എനിക്ക് വന്നാൽ ചെയ്യാനുള്ള പണികളുണ്ടല്ലോ. സന്തോഷ് പറഞ്ഞറിഞ്ഞതായിരിക്കണം. തേക്ക് വലിയ കഷ്ണങ്ങളാക്കി മുറിക്കുന്നതാണെന്നും അത് മനുഷ്യനെ കൊണ്ട് ചുമന്നു കൊണ്ടുപോക്ക് അത്ര എളുപ്പമല്ലെന്നും ഒക്കെ ഇവൾക്കറിയാം. എന്നാൽ റബ്ബർ ചെറിയ കഷ്ണങ്ങളായി മുറിക്കുന്നത് കൊണ്ട് അടുത്ത ദൂരത്തേക്ക് ഒരുവിധം വലിയ കഷ്ണങ്ങളാണെങ്കിലും സാധാരണക്കാർക്ക് ചുമന്നു കൊണ്ടുപോകാം. അങ്ങനെ കുറേ പെണ്ണുങ്ങൾ തൻ്റെ കൂടെ പണിയെടുക്കുന്നുണ്ട്. അവർക്ക് നല്ല വരുമാനവുമുണ്ട്. റബ്ബർ മുറിക്കുന്ന തോട്ടം ഇവിടെ അടുത്ത് തന്നെയാണ്. നിർബന്ധമാണെങ്കിൽ അടുത്ത ദിവസം തന്നെ വന്ന് പണി തുടങ്ങിക്കൂ. ഇപ്പോഴും ഞാൻ പറയുന്നു, സന്തോഷിൻ്റെ വീടരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിട്ടല്ല, നിന്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ്. എന്തായാലും പണിക്ക് ചെന്നുകൊള്ളാൻ പറഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യം. അധ്വാനിച്ച് ജീവിക്കണം എന്നാണ് സന്തോഷിനും ആഗ്രഹമുണ്ടായിരുന്നത്. ആരുടെയും ഒന്നും വെറുതെ വാങ്ങരുത് എന്നാണ് സന്തോഷ് ആഗ്രഹിച്ചിരുന്നത്. ആ ആഗ്രഹം മരണം വരെ സന്തോഷ് നടപ്പിലാക്കുകയും ചെയ്തു. മരണത്തിന് ശേഷം ആ ആഗ്രഹം നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം തനിക്കാണ്. അത് തീർച്ചയായും താൻ ചെയ്യണമല്ലോ. സ്ഥലത്തെപ്പറ്റി ഒരു ഏകദേശ രൂപമേ എനിക്കുള്ളൂ. നാളെ രാവിലെ എപ്പോൾ എത്തണമെന്നും പറഞ്ഞാൽ കൃത്യം സമയമാകുമ്പോഴേക്കും ഞാൻ അവിടെ എത്തിയേക്കാം. പണിസ്ഥലം കൃത്യമായിട്ട് മൊയ്തു പറഞ്ഞുകൊടുത്തു. മാത്രവുമല്ല, ശ്രീജയുടെ വീടിൻ്റെ അവിടെ നിന്നും അധികം അകലെയല്ലാതെ ഒരു സ്ഥലത്തു നിന്നും പണിക്ക് പോകുന്ന ഒരാളുടെ കാര്യവും പറഞ്ഞു. പേര് സരളയെന്നാണെന്നും മൊയ്തു പറഞ്ഞുകൊടുത്തു. അതോടൊപ്പം ഒരു സഹായവും കൂടി ചെയ്യാമെന്ന് അയാൾ പറഞ്ഞു. സരളയോട് ഞാൻ പറയാം, രാവിലെ അവൾ പണിക്ക് പോകാൻ വരുമ്പോൾ ശ്രീജയെയും കൂടി ഇവിടെ നിന്നും കൂട്ടണമെന്ന്. അവൾ വന്നോളും, ആ കൂടെ പോന്നാൽ മതി. നിങ്ങൾ രണ്ടുപേരും കൂടി വർത്തമാനം പറഞ്ഞ് നടന്നു വന്നാൽ മതി. പിന്നെ ഉദ്ദേശിക്കുന്നത് പോലെ എളുപ്പമുള്ള പണിയല്ല എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടല്ലോ. എളുപ്പമുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല മൊയ്തുക്ക എന്ന് പറയണമെന്നാണ് തോന്നിയത്. എന്നാലും അങ്ങനെ പറയുന്നത് അങ്ങേരെ വിഷമിപ്പിക്കുന്നതിന് തുല്യമല്ലേ. ഏത് കാര്യത്തിനും സഹായത്തിനായി ഒപ്പമുള്ള ഒരാളാണ്. ബഹുമാനിക്കാൻ തികച്ചും അർഹതയുള്ള ഒരാൾ. അങ്ങേരോട് തറുതല പറയാൻ പാടില്ല.
അതൊന്നും മൊയ്തുക്ക സാരമാക്കണ്ട. സരളയ്ക്ക് കഴിയുമെങ്കിൽ തീർച്ചയായും എനിക്കും കഴിയും. ഞാൻ ജോലി ചെയ്യുകയും ഞങ്ങളുടെ കുടുംബം നോക്കുകയും ചെയ്യും. പിറ്റേ ദിവസം മുതൽ തന്നെ സരളയോടൊപ്പം ശ്രീജയും മരം ചുമക്കാൻ പോയി തുടങ്ങി. ജോലി ചെയ്യാമെന്നും കൂലി വാങ്ങാമെന്നുമൊക്കെ പറഞ്ഞെങ്കിലും കാര്യത്തിലായപ്പോഴേക്കും ശ്രീജ മടുത്തു. നടക്കാൻ പോലുമുള്ള ശേഷി ബാക്കിയില്ലാത്ത അവസ്ഥയിലെത്തി. സരളയോടൊപ്പം തന്നെയാണ് വൈകുന്നേരം തിരിച്ചു പോന്നത്. അപ്പോൾ സരള ചോദിച്ചു, ഈ പണി അല്പം കഠിനമാണെന്ന് ചേച്ചിക്ക് തോന്നുന്നില്ലേ? ഒരു നിവൃത്തിയും ഇല്ലെങ്കിൽ മാത്രമേ ഈ പണിയെടുക്കാവൂ എന്നാണ് എൻ്റെ പക്ഷം. കാര്യം പറഞ്ഞാൽ കൂലി കൂടുതൽ കിട്ടും. പക്ഷേ ചോര വെള്ളമായിട്ടാണ് നമുക്കിത് കിട്ടുന്നത് എന്ന് മാത്രം. തരാവുന്നതിൻ്റെ പരമാവധി കൂലി ഇക്ക തരുന്നുണ്ട്. ചെയ്യുന്ന ജോലി വെച്ച് നോക്കുമ്പോൾ അത് ഒന്നുമല്ല. സാരമില്ല സരളെ, എൻ്റെ കെട്ടിയോനും ഇതേ ജോലി ചെയ്ത് തന്നെയല്ലേ ഇത്രയും കാലം ഞാൻ ഭക്ഷണം കഴിച്ചത്. അന്നൊന്നും ഞാൻ ആ ജോലിയുടെ വിഷമം അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഞാൻ അറിയുന്നു. അത്ര വ്യത്യാസമല്ലേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയണമെന്ന് സരളയ്ക്കും തോന്നിയില്ല. പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അവർക്കാവശ്യം പണമാണ്. അവർ രണ്ടുപേരും ഒരുമിച്ച് ജോലിക്ക് പോവുകയും വരികയും ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 1 മാസത്തോളമായി. ശ്രീജ ആ പണിയുമായി പൊരുത്തപ്പെട്ടു തുടങ്ങി. കോളേജിലെ അവധിക്കാലം കഴിഞ്ഞു. പ്രീ ഡിഗ്രിയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാലും ഇനി മുന്നോട്ട് പഠനം നടത്തിക്കൊണ്ടു പോകാൻ കഴിയുമെന്ന് നന്ദിനിക്ക് ഒരു തീർച്ചയുമില്ലായിരുന്നു. അമ്മയോടൊപ്പം ജോലിക്ക് ചെല്ലാമെന്നൊക്കെ അവളും കൂടി പറഞ്ഞതാണ്. എന്നാൽ ശ്രീജ സമ്മതിച്ചില്ല. നീ തൽക്കാലം വീട്ടിലെ പണികളൊന്നെടുത്താൽ മാത്രം മതി. എനിക്ക് പറ്റുന്ന അത്രയും കാലം നീ പുറത്തിറങ്ങി ഒരു പണിക്കും പോകാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മ പല ദിവസങ്ങളിലും ജോലി കഴിഞ്ഞു വരുമ്പോഴേക്കുമുള്ള ക്ഷീണം കാണുമ്പോൾ ശരിക്കും സങ്കടമുണ്ടാകുമായിരുന്നു. വീട്ടിൽ വരെ നടന്നു വരുന്നു എന്നേ ഉള്ളൂ. പക്ഷേ സങ്കടപ്പെട്ടതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ അമ്മ ജോലിക്ക് പോയി കിട്ടുന്നത് വളരെ അത്യാവശ്യമാണ്. നന്ദിനിയുടെ പഠനം ഇനി നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് തികച്ചും അപ്രതീക്ഷിതമായി അവർക്ക് കുറേ പണം കിട്ടിയത്. സന്തോഷും കൂട്ടരും ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് വന്ന് ഒരു ഇൻഷുറൻസ് ഏജന്റ് നിർബന്ധിച്ച് അവരെ കൊണ്ട് പോളിസി എടുപ്പിച്ചതാണ്. ശ്രീജയോട് ആലോചിക്കാനോ വീട്ടിൽ പറയാനോ പോലും സന്തോഷിന് കഴിഞ്ഞിരുന്നില്ല. 5 ലക്ഷം രൂപയ്ക്കുള്ള പോളിസിയാണ് സന്തോഷ് എടുത്തിരുന്നത്. ആകെ ഒരു പ്രീമിയം മാത്രമേ അടച്ചുള്ളൂ. അപ്പോഴാണ് അപകടമുണ്ടാകുന്നത്. അപകടമുണ്ടായതിൻ്റെ ഞെട്ടലിൽ മൊയ്തുവോ മറ്റ് കൂട്ടുപണിക്കാരോ ഒന്നും പോളിസിയുടെ കാര്യം ഓർത്തില്ല. അവരത് മറന്നുപോയതായിരുന്നല്ലോ. ഓർക്കണമെന്ന് വിചാരിച്ചാലല്ലേ മറക്കാതിരിക്കുകയുള്ളൂ. എന്നാൽ ഇൻഷുറൻസ് ഏജന്റ് വളരെ കൃത്യമായി ആ കാര്യം ഓർമ്മിക്കുകയും ക്ലെയിം ചെയ്യിക്കുകയും ചെയ്തു. അതിനും അധികം താമസം വേണ്ടി വന്നില്ല. പോളിസി തുകയായ 5 ലക്ഷം രൂപ കുടുംബത്തിന് അനുവദിച്ചു. അത് കൈപ്പറ്റുമ്പോഴും ശ്രീജയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. പണമായി വീട്ടിൽ വെക്കേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് തുക ബാങ്കിലിടുകയാണ് ചെയ്തത്. ആ തുക കിട്ടിയതുകൊണ്ട് നന്ദിനിയുടെയും ശ്രീകുട്ടിയുടെയും പഠനം മുടങ്ങാതെ കൊണ്ടുപോകാമെന്ന് ശ്രീജ മനസ്സിൽ കണക്കുകൂട്ടി. നല്ല മാർക്കോടുകൂടി പ്രീ ഡിഗ്രിക്ക് ജയിച്ചാൽ ഡിഗ്രിക്ക് വിടാം എന്ന് ശ്രീജ പറയുകയും ചെയ്തു. ആ പ്രതീക്ഷയിലും സന്തോഷത്തിലും ആയിരുന്നു നന്ദിനി. ഇൻഷുറൻസ് കിട്ടിയത് മുഴുവൻ ശ്രീജയുടെ പേരിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു.
അതിൽ നിന്നും ഒരു രൂപ പോലും എടുക്കാതെ അധ്വാനിച്ച് തന്നെ ദിവസച്ചെലവ് നടത്താൻ കഴിയും എന്നൊക്കെ ശ്രീജ വീട്ടിലെല്ലാവരോടും പറയുകയും ചെയ്തു. അവരുടെ ജീവിതം സാധാരണ പോലെ മുന്നോട്ട് പോയി തുടങ്ങി. വീട്ടിൽ നിന്നും വളരെ അകലെയൊന്നും പോയി പഠിക്കാൻ സമ്മതിക്കാൻ കഴിയില്ല എന്ന് ശ്രീജ പറഞ്ഞത് നന്ദിനിക്കും യോജിക്കാവുന്ന കാര്യമായിരുന്നു. കാരണം താൻ കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ അവർ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. അമ്മ ജോലിക്ക് പോകുന്ന ദിവസങ്ങളിൽ ശ്രീക്കുട്ടി മാത്രമേ ഉള്ളൂ. അതൊരു കാരണവശാലും ശരിയല്ല. അതുകൊണ്ട് ഇവിടെ അടുത്ത് തന്നെയുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൽ ഡിഗ്രിക്ക് ചേരുന്നതിനെപ്പറ്റിയായിരുന്നു നന്ദിനിയുടെ ആലോചന. കുറേ നാൾ കൂടിയിട്ടാണ് പ്രിയേഷിനെ അന്നൊന്ന് കണ്ടത്. അവനിപ്പോൾ കേരള ടീമിൽ കയറിപ്പറ്റാനുള്ള തീവ്രമായ പരിശ്രമത്തിലാണ്. അത്ലറ്റിക്സിൽ നിന്നും മാറി പോലും ഇപ്പോൾ തീവ്രമായ പരിശീലനം നടത്തുന്നത് ക്രിക്കറ്റിലാണെന്നാണ് അവൻ പറഞ്ഞത്. അതിനെപ്പറ്റി ഒന്നും തന്നെ നന്ദിനിക്ക് അറിയില്ല. എങ്കിലും പറഞ്ഞത് അത്രയും കേട്ടു. നിന്റെ പരിപാടി ഇനി എന്താ? ഡിഗ്രിക്ക് ഞാൻ പഠിക്കാൻ പോകുന്ന കോളേജ് ടൗണിലാണ്. താമസിച്ചു പഠിക്കാവുന്ന സൗകര്യമുണ്ടെങ്കിൽ അഡ്മിഷൻ്റെ കാര്യം എങ്ങനെയെങ്കിലും അച്ഛനോട് പറഞ്ഞ് ഞാൻ ശരിയാക്കി തരാം. അത് വേണ്ട. ഞാൻ കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ആരുമില്ല എന്ന് നിനക്കറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ ഇവിടെ അടുത്തെവിടെയെങ്കിലും പഠിക്കുന്നതേയുള്ളൂ. അതോടൊപ്പം ഏതെങ്കിലും ടെസ്റ്റുകളും എഴുതണമെന്ന് ആഗ്രഹിക്കുന്നു. കിട്ടിയാൽ രക്ഷപ്പെട്ടല്ലോ. ഞാനിപ്പോഴും എൻ്റെ മനസ്സിലെ ആഗ്രഹം ഉപേക്ഷിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് നീയും മറന്നിട്ടില്ലല്ലോ. ചേരാത്ത രണ്ടെണ്ണത്തിനെ ചേർത്ത് വച്ചാൽ അത് ഏച്ചു കെട്ടിയതുപോലെ ആകും എന്നതുകൊണ്ട് അവൾ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. നന്ദിനിക്കുള്ള തിരിച്ചടികൾ ഇനിയും ബാക്കിയുണ്ടായിരുന്നു. എന്തായിരിക്കും നന്ദിനിക്ക് ഇനിയും തിരിച്ചടി ഉണ്ടാകേണ്ടത്? തിരിച്ചടികൾ ഒന്നാണോ ഒന്നിൽ കൂടുതലാണോ? ഈ ഭാഗം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഷെയർ ചെയ്താൽ വളരെ സന്തോഷം. അടുത്ത ഭാഗം നഷ്ടമാകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ചെയ്തേക്കണേ. 8ാം ഭാഗവുമായി കാണും മറ്റന്നാൾ ഇതേ സമയം. അതുവരെ ബെസ്റ്റ് വിഷസ് ടു ഓൾ.